വ്യൂവേഴ്സ് എല്ലാവർക്കും ഫാസിനേറ്റിംഗ് മലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്പെഷ്യൽ, നമ്മുടെ സൺഡേസിലും, ഇപ്പം സൺഡേസിൽ മാത്രമല്ല, ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മുടെ മലയാളികളുടെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നല്ലേ, നമ്മുടെ സ്വന്തം മലയാളികളുടെ ബീഫ് റോസ്റ്റ്. നമുക്കൊരു നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല കൊതി ഊറുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല നാടൻ ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിലും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗരം മസാല പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകം, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് എണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, തേങ്ങാക്കൊത്ത്. പിന്നെ നമുക്ക് വേണ്ടത് സവാള ഒരു 3 ഇടത്തരം വലുപ്പമുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില, മല്ലിയില, പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ബീഫ് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് ഇവിടെ പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നുള്ള് പെരിഞ്ജീരകം ഇട്ടെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഒരു നുള്ള് പെരിഞ്ജീരകം ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുമ്പോഴത്തേക്കും, ഒരു പച്ചപ്പ് മാറുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതുവരെ നമുക്ക് ഇളക്കാം. അതിന് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഇട്ട് കൊടുത്തോളൂ. ബാക്കി നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴണ്ട് വരുന്ന സവാളയിലേക്ക് ഒരു പകുതി, ഈ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്തു. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം.
1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴട്ടെ. അതിൻ്റെ പച്ചപ്പ് മാറാതെ നന്നായിട്ട് ഇളകി കൊടുത്ത് ചൂടാക്കി. അപ്പോൾ ഞങ്ങളുടെ ബീഫ് റോസ്റ്റ് ഒരു നല്ല സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ എല്ലാവർക്കും എരിവനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ചൂടൊക്കെ ആയി നമ്മുടെ മസാലപ്പൊടികളെല്ലാം അതിൻ്റെ കുത്തലൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ റെഡിയായി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബൗളിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബീഫ് നമുക്കെടുത്ത് ഇതിനകത്തേക്ക് ചേർക്കാം. ബീഫ് നമ്മളിപ്പോൾ ഒരു 1/2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ച ബീഫാണ്. ഒരു 1/2 കിലോ നമ്മൾ എടുത്തു. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ഇട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ രീതിയിലാണല്ലോ. അപ്പം എരിവ് എങ്ങനെയാണെന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിട്ട് കൊടുക്കുക. അതിപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ പച്ചമുളകും യൂസ് ചെയ്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റിനൊക്കെ ഇച്ചിരി എരിവളമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കി ഇതാ വഴട്ടിയെടുത്തതാണിത്. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂവി കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് ഒന്ന് മൂടി വെക്കാം. കുറച്ച് കുരുമുളക് പൊടി തൂകി ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുരുമുളക് പൊടി ഇനി ഇപ്പം ഇടേണ്ടത് അത് ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഇല വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തീ സിമ്മാക്കി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് ഇതിൻ്റെ ആ മല്ലിയിലേൻ്റെയൊക്കെ ഇതൊന്ന് അതിനകത്ത് പിടിക്കാൻ വേണ്ടി 2 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം.
ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞ് ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് ഞാൻ തുറന്ന് നോക്കാൻ പോവാണ്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളി നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെ മണവും നല്ല മസാലേൻ്റെ മണവും മല്ലിയിലേൻ്റെ മണവും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ സർവിങ് ഡിഷിട്ട് മാറ്റി ഇതൊന്ന് കഴിച്ചാൽ മാത്രം മതി. നട്ടുച്ച സമയമായി, വിശത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ ബീഫ് റോസ്റ്റ് ആണെങ്കിൽ മുമ്പിൽ വന്നിട്ട് കഴിക്കാനെങ്കിൽ കൊതിയായിട്ട് പാടില്ല. നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ബീഫ് റോസ്റ്റ് ആണ്. മണമൊക്കെ വന്നിട്ട് സഹിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക, നിങ്ങളും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, കാണുമല്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുക. നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ ലൈക്കായി, ഷെയറായി, കമൻറ്റായി, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ അറിയിക്കുക. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ബൈ.